IFFKയിലും അതിജീവിതയ്ക്ക് പിന്തുണ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ടാഗോർ തിയേറ്റർ പരിസരത്ത് IFFK ഡെലിഗേറ്റുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അവൾക്കൊപ്പം എന്ന പേരിൽ തന്നെയാണ് ഐക്യദാർഢ്യം. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലും വനിതാ കൂട്ടായ്മകൾ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, വലിയ പിന്തുണ IFFKയിലും അതിജീവിതയ്ക്ക് ലഭിക്കുകയാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതിഷേധം? വനിതായി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നതിന് പിന്നാലെ തന്നെ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേര് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള രാജ്യാന്തര ചലച്ചിത്രമേള അതിന്റെ 30ാമത്തെ പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടനം. ഇപ്പോൾ ഈ ഒരു IFFKയിലും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡെലിഗേറ്റുകൾ രംഗത്തെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഞായറാഴ്ച ടാഗോർ തിയേറ്ററിന്റെ പരിസരത്ത് ഒത്തുചേരാൻ തന്നെയാണ് ഡെലിഗേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഡെലിഗേറ്റുകൾ എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം ഡെലിഗേറ്റുകൾ IFFK 30ാമത്തെ IFFKയുടെ ഭാഗമാകുന്ന ഒരു കൂട്ടം ഡെലിഗേറ്റുകളാണ് ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഞായറാഴ്ച മാത്രമല്ല, ഇന്നിപ്പോൾ ഉദ്ഘാടന ദിവസം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധിയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേളയിലും ഇത്തരത്തിൽ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവർ ഉള്ളത്. അതിന്റെ ഭാഗമായി ഇന്നും ചില പരിപാടികൾ ഉണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലായിടത്തു നിന്ന്, പ്രത്യേകിച്ച് IFFK എന്ന് പറയുമ്പോൾ നിരവധി സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെയും എത്തുന്ന ഒരു വേദിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടത്ത് ഈ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് ഈ നടിക്കൊപ്പം ഐക്യദാർഢ്യവുമായി നിൽക്കണമെന്ന ആദ്യഘട്ടം മുതൽക്ക് ആവശ്യങ്ങൾ ഉയർന്നിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധായകൻ സർക്കാരിന് കത്തടക്കം അയക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ IFFKയിലെ സർക്കാരിന് കത്തയച്ചത്. ഏതായാലും ഇപ്പോൾ IFFK വേദിയിലും അവൾക്കൊപ്പം എന്ന ക്യാമ്പയിൻ അതിജീവിതയ്ക്കൊപ്പം ഐക്യദാർഢ്യവുമായി എത്തുകയാണ് ചലച്ചിത്ര പ്രവർത്തകരും ഒപ്പം സിനിമാ ആസ്വാദകരും എല്ലാം തന്നെ.